അങ്ങനെ ഇന്ന് നടക്കാനിരിക്കുന്ന ISLൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ മത്സരത്തോടു കൂടി ISLൻ്റെ 2025-26 ഫുട്ബോൾ സീസണ് തുടക്കം കുറിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ ഏറ്റുമുട്ടുവാനായിട്ട് പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഒരു സ്ട്രോങ് സ്ക്വാഡ് തന്നെയാണ് എതിരാളികളായിട്ടുള്ളത്. അതായത് മോഹൻ ബഗാൻ്റെ സ്ക്വാഡ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം ജയിക്കേണ്ടത്, അതായത് എല്ലാ ടീമുകളെ സംബന്ധിച്ചും ഓരോ മത്സരവും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം പുതിയൊരു ലീഗ് സ്ട്രക്ചറാണ്. പോരാത്തതിന് ഒന്നാം സ്ഥാനത്തെത്തുന്ന ടീമിന് മാത്രമായിരിക്കും ജയം, അതായത് ട്രോഫി ലഭിക്കുക. പോരാത്തതിന് 14ാം സ്ഥാനത്തെത്തുന്ന ക്ലബ്ബ് റെലിഗേറ്റ് ചെയ്ത് സെക്കൻഡ് ടയർ ലീഗായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ ലീഗ്, അതായത് ലീഗിൻ്റെ പുതിയ റീബ്രാൻഡിങ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നറിയപ്പെടുന്ന ആ ഒരു ലീഗിലേക്ക് റെലിഗേറ്റ് ആവുന്ന കാര്യമൊക്കെയാണ് നിലവിൽ അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ് എങ്ങനെ കാണുവാനായിട്ട് സാധിക്കുമെന്ന് ഇപ്പോഴും ആളുകൾക്ക് വളരെയധികം വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കതൊന്ന് തിരുത്താവുന്നതാണ്. ആദ്യം തന്നെ അറിയേണ്ടത്, ഈ ഒരു മത്സരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് 3 പാക്കേജുകളായിട്ട് ഫോണിലൂടെ വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഫാൻ കോഡിലൂടെ. അതായത് ഒരു മത്സരം മാത്രം കണ്ടാൽ മതിയെങ്കിൽ 25 രൂപയും ഒരു ക്ലബിൻ്റെ മൊത്തം മത്സരങ്ങൾക്ക് 149 രൂപയും ഒരു സീസണിലെ മൊത്തം മത്സരങ്ങൾക്ക് 299 രൂപ എന്ന നിരക്കിൽ ഫാൻ കോഡിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ മത്സരങ്ങളും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് TV-യിലെ ടെലികാസ്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ സോണി സ്പോർട്സുമായിട്ട് ടൈപ്പ് ചെയ്ത്, അതായത് ഫാൻ കോഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് സോണി സ്പോർട്സിലൂടെ നിലവിൽ ഈ ഒരു മത്സരം ടെലികാസ്റ്റിംഗ് നടത്തുന്നുണ്ട്. സോണി സ്പോർട്സ് 10-2-ലാണ് ഈ ഒരു ടെലികാസ്റ്റ് ഉണ്ടാകുന്നത്. അതിൻ്റെ HD-യിലും ഈ ഒരു മത്സരങ്ങൾ അവൈലബിൾ ആണ്. അതായത് ചാനലിൻ്റെ HD-യിലും ഈ ഒരു മത്സരങ്ങൾ അവൈലബിൾ ആണ്. അതായത് സോണി സ്പോർട്സ് 10-2-ലും ഈ ഒരു മത്സരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി മലയാളം കമൻട്രിയെക്കുറിച്ചാണ്. നമുക്കറിയാം ഏതാണ്ട് 5ഓളം ലാംഗ്വേജുകളിൽ ഇക്കുറി ISLൻ്റെ ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. 5ഓളം ലാംഗ്വേജ് ഉണ്ട്, അതിൽ മലയാളവും ഉണ്ട്. പക്ഷേ ആരാധകരുടെ പ്രിയ കമൻറ്റേറ്ററായിട്ടുള്ള ഷൈജു ദാമോദരൻ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകളില്ല. മറിച്ച് വേറെ 2 പുതിയ കമൻറ്റേറ്റർ, അതായത് നേരത്തെ തന്നെ ISLൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള 2 കമൻറ്റേറ്റർമാരാണ് ഇക്കുറിയും ഉള്ളതെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഷൈജു ദാമോദരൻ ഇല്ല എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇക്കാര്യത്തിലുള്ള ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങൾ. സോ മലയാളം കമൻട്രി ഉണ്ടാവും. ഫാൻ കോഡിലും സോണി സ്പോർട്സ് 10-2-ലും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്.